ജൂലൈ 12 മലാല ദിനം. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 12 മലാല ദിനമായി ആചരിക്കുന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിനു വേണ്ടി പോരാടിയ പാകിസ്ഥാനി സാമൂഹ്യ പ്രവർത്തകയും ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവുമായ മലാല യൂസഫ്സായിയുടെ ജന്മദിനമാണ് മലാല ദിനമായി ആചരിക്കുന്നത്. മലാലയുടെ 16ാം പിറന്നാൾ ദിനമായ 2013 ജൂലൈ 12-നാണ് ഐക്യരാഷ്ട്രസഭ മലാല ദിനം പ്രഖ്യാപിച്ചത്. തുടർന്ന് ഓരോ വർഷവും ഓരോ ആശയവുമായി ഈ ദിനാചരണം ലോകമെമ്പാടും നടത്തിവരുന്നു. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്കു വേണ്ടിയും സ്ത്രീ ശാക്തീകരണം, തുല്യത എന്നിവയ്ക്ക് വേണ്ടിയും ശബ്ദമുയർത്തുക എന്നതാണ് ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. പാകിസ്ഥാനിൽ താലിബാന്റെ ശക്തി കേന്ദ്രമായ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലെ സ്വാത്ത് ജില്ലയിലെ മിങ്കോറയിൽ വിദ്യാഭ്യാസ പ്രവർത്തകനും കവിയും സ്കൂൾ ഉടമയുമായ സിയാവുദ്ദീൻ യൂസഫിൻ്റെ മകളായി 1997 ജൂലൈ 12-നാണ് മലാല ജനിച്ചത്. പെൺകുട്ടികളുടെ പഠനാവകാശങ്ങൾ നിഷേധിക്കുന്ന താലിബാനെതിരെ ബ്ലോഗുകളിലൂടെ പ്രതികരിച്ചുകൊണ്ടാണ് മലാല തൻ്റെ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. 2009 തൻ്റെ 11ാം വയസ്സിൽ ഗുൽമക്ക എന്ന തൂലികനാമത്തിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എഴുതിയ ബ്ലോഗുകൾ അന്താരാഷ്ട്ര ശ്രദ്ധ നേടി. 2012 ഒക്ടോബറിൽ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന മലാല സഞ്ചരിച്ച ബസ്സിനുള്ളിലേക്ക് മുഖംമൂടികളായ ഒരു കൂട്ടം താലിബാൻ ഭീകരർ കയറി മലാലയ്ക്കു നേരെ നിറയൊഴിച്ചു. മരണത്തോട് മല്ലിട്ടും ദിവസങ്ങളോളം ലണ്ടനിലെ ആശുപത്രിയിൽ കഴിഞ്ഞ മലാല 2013 പൂർണ്ണ ആരോഗ്യവതിയായി ആശുപത്രി വിട്ടു. ഈ സംഭവം മലാലയ്ക്ക് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ പിന്തുണ നേടിക്കൊടുത്തു. ശേഷം മലാലയും കുടുംബവും ബ്രിട്ടനിൽ താമസമാക്കി തങ്ങളുടെ പോരാട്ടം തുടർന്നു. 2014 17ാം വയസ്സിൽ മലാലയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുകയും നോബൽ സമ്മാനം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി ചരിത്രത്തിൽ ഇടം നേടുകയും ചെയ്തു. കുട്ടികളുടെ അവകാശങ്ങൾക്കായി പോരാട്ടം നടത്തുന്ന ഇന്ത്യൻ സാമൂഹ്യ പ്രവർത്തകൻ കൈലാഷ് സത്യാർത്ഥിക്കൊപ്പമാണ് മലാല നോബൽ സമ്മാനം പങ്കിട്ടത്. പാബ്ലോ നെരൂദ ജന്മദിനം. ലോകശ്രദ്ധേയനായ ചിലിയൻ കവിയും രാഷ്ട്രതന്ത്രജ്ഞനുമായ പാബ്ലോ നെരൂദ തെക്കൻ ചിലിയിലെ പർഗാർ ഗ്രാമത്തിൽ 1904 ജൂലൈ 12-ന് ജനിച്ചു. പാബ്ലോ നെരൂദ എന്നത് തൂലിക നാമമാണ്. യഥാർത്ഥ പേര് നഫ്തലി റിക്കാർഡോ റെയസ് ബസോൾട്ടോ എന്നാണ്. ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കവിതകൾ എഴുതി തുടങ്ങുകയും 16ാം വയസ്സിൽ ആദ്യ കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുകയും ചെയ്ത നെരൂദ കവിത എഴുത്ത് തൻ്റെ പിതാവിൻ്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ സ്വീകരിച്ച തൂലിക നാമമാണ് പാബ്ലോ നെരൂദ. പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക നാമമായി സ്വീകരിക്കപ്പെട്ടു. 20ാം വയസ്സിൽ സർവകലാശാല വിദ്യാർത്ഥിയായിരിക്കെ എഴുതിയ 20 പ്രണയ കവിതകളും ഒരു നിശാഗീതവും എന്ന രണ്ടാമത്തെ കവിതാ സമാഹാരം യുവകവി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി അത്യുന്നതങ്ങളിലെത്തിച്ചു. ലോകമെമ്പാടും 2 കോടിയിലേറെ പ്രതികൾ വിറ്റഴിഞ്ഞ അപൂർവ ബഹുമതിയെ ഈ കൃതിക്ക് ലഭിച്ചു. പിന്നീട് ചിലിയുടെ നയതന്ത്ര കാര്യാലയത്തിൽ കോൺസലായി നിയമനം ലഭിച്ച നെരൂദ ബർമ്മ, സിലോൺ, ജാവ തുടങ്ങിയ രാജ്യങ്ങളിൽ നയതന്ത്ര പ്രതിനിധിയായി ജോലി ചെയ്തു. 1945 ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ജയിച്ച് പാർലമെന്റ് അംഗമായ നെരൂദ വലതുപക്ഷ പ്രസിഡന്റിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചതിനെ തുടർന്നുണ്ടായ അറസ്റ്റ് ഒഴിവാക്കാനായി ചിലിയിൽ നിന്ന് രക്ഷപ്പെട്ട് സോവിയറ്റ് യൂണിയൻ, പോളണ്ട്, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രവാസിയായി കഴിഞ്ഞു. ചിലിയിലെ രാഷ്ട്രീയം മെച്ചപ്പെട്ടതോടെ 1952 ചിലിയിൽ തിരിച്ചെത്തി. 1952 പുറത്തിറങ്ങിയ ക്യാപ്റ്റൻ്റെ കവിതകൾ
1959 പ്രസിദ്ധീകരിച്ച 100 പ്രണയഗീതങ്ങൾ തുടങ്ങിയ കൃതികൾ കവി എന്ന നിലയിൽ നെരൂദയുടെ കീർത്തി ലോകമെങ്ങും വർദ്ധിപ്പിച്ചു. 1971 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. 1973 സെപ്റ്റംബർ 23 അദ്ദേഹം അന്തരിച്ചു.